സംസ്ഥാനത്തെ നിരത്തുകളിൽ അപകടങ്ങൾ പതിവ് കാഴ്ചയായി മാറുകയാണ്. നമ്മുടെ നിയമപാലകർ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പല സന്ദേശങ്ങളും നൽകിയിട്ട് പോലും ആരും ആ നിയമങ്ങൾ പാലിക്കാതെ പോകുന്ന കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ നിരത്തുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അതുപോലെ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഈ ഒരു വിഷയത്തിൽ കോട്ടയത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വേൽഗൗതം MR പ്രതികരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കാണാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ടൂ വീലർ റൈഡേഴ്സാണ്. 50% പേര് മോട്ടോർ വാഹന അപകടത്തിൽ മരിക്കുന്നതിൽ ഈ ടൂ വീലർ ഉപയോഗിക്കുന്നവരാണ് മരിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം അവർക്ക് റോഡ് റെഗുലേഷൻസ് എങ്ങനെ പൊതുനിരത്തിൽ ഉപയോഗിക്കണം എന്നുള്ള അറിവില്ലായ്മയാണ്. ഡ്രൈവിംഗ് അറിയാം, നന്നായിട്ട് വണ്ടി ഓടിക്കും, അതിൻ്റെ കോൺഫിഡൻസ് ലെവലും ഹൈ ആയിരിക്കും. ആ ഹൈ ആയിരിക്കുന്ന കോൺഫിഡൻസ് ലെവൽ വെച്ചിട്ട് മാക്സിമം ഇതിൻ്റെ ത്രോട്ടിലിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാനുള്ള പ്രവണത ഈ ഒരു പ്രായക്കാർക്കുണ്ടാകും. ഉദാഹരണത്തിന് 16 വയസ്സ് മുതൽ 27 വയസ്സിനിടയിലുള്ളവരാണ് ടൂ വീലർ റൈഡേഴ്സ് മരണപ്പെടുന്നതായിട്ട് കാണുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഹൈ 100 cc മേലുള്ള അല്ലെങ്കിൽ 200 cc വരെയുള്ള ബൈക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിനുള്ള ഈ പുള്ളിങ് കൈകാര്യം ചെയ്തുള്ള പരിചയമില്ലായ്മ വളരെ പ്രധാനം. അതിൽ ഏറ്റവും വലിയൊരു സാങ്കേതിക പദം ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ സംഗതിയാണ്. സ്പീഡിൽ പോകാനായിട്ട് ഇവരെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം, മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്ന വാഹനം 2 വീലുള്ള 2 ചക്രം. നമ്മൾ ചക്രം എങ്ങനെയാണ് നേരെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെൻട്രോ ഗ്രാവിറ്റി, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ചക്രം നേരെ നിൽക്കുന്നത്. അതെങ്ങനെയാണ് നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചക്രത്തെ നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് കൊടുത്ത് ഇപ്പോൾ നമ്മളൊരു 1 രൂപ നാണയം എടുത്തിങ്ങനെ ഉരുട്ടി കഴിഞ്ഞാൽ കുറേ നേരം ഉരുളും, കുറച്ച് കഴിയുമ്പം അത് താഴോട്ട് വീഴും. അതിന് കാരണം നമ്മൾ കൊടുത്ത ഫോഴ്സ് കുറയും. ഏതിനേക്കാളും കുറയും. സെൻട്രോ ഗ്രാവിറ്റി കൂടി കഴിയുമ്പോൾ ഭൂമി അതിൻ്റെ അച്ചുവശത്തിലേക്ക് മറിച്ചിടും. ഇതാണ് ഒരു സാധാരണഗതിയുള്ള ഒരു ചെറിയൊരു നിസ്സാരമായിട്ടുള്ളൊരു കാരണം പറയുന്നതാണ്. ഈ നാണയത്തെ നമ്മൾ നാണയം അല്ലെങ്കിൽ വട്ടത്തിരിക്കുന്ന ഒരു ചക്രം താഴോട്ട് വീഴാൻ പോകുന്ന സമയത്ത് ഒന്നുകൂടെ അടിച്ചു കൊടുത്താൽ മതി. അതാണ് പണ്ട് നമ്മൾ വണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. വണ്ടി ഒന്നുകൂടെ തട്ടി കഴിയുമ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുകൂടെ കിട്ടും. വീണ്ടും നമുക്ക് ഈ സെൻട്രോ ഗ്രാവിറ്റിനെ ഓവർകം ചെയ്യാൻ പറ്റി. ഇത് പിന്നെ ഉരുളുകയും ചെയ്യും. ഒരു ടൂ വീലർ വാഹനത്തിൽ ഈ അടിക്കുന്നതിന് പകരം നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ആക്സിലറേറ്റർ, എഞ്ചിനാണ്. ആക്സിലറേറ്റർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ വീല് കൂടുതൽ സ്പീഡിൽ കറങ്ങി കഴിഞ്ഞാൽ ഈ വീൽ ഉൾപ്പെടുന്ന വണ്ടി മറിയത്തില്ല. അപ്പോൾ ഈ കൊച്ചു പിള്ളേർ അല്ലെങ്കിൽ 16 വയസ്സ് മുതലുള്ള പിള്ളേരുടെ ധാരണ ആക്സിലറേറ്റർ കൂട്ടി കഴിഞ്ഞാൽ വാഹനം സ്റ്റഡി ആയിട്ട് നീക്കും. ശരിയാണ്, പൂർണ്ണമായിട്ട് ശരിയാണ്. ആക്സിലറേറ്റർ കൂട്ടി കഴിഞ്ഞാൽ വാഹനം മറിയത്തില്ല. അവന്മാർ അവന്മാർ കണ്ടുപിടിച്ചു. നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ വാഹനം മറിയത്തില്ല. എന്തിനാ ഈ വയസ്സന്മാരായിട്ടുള്ള വളരെ പയ്യെ പോകണം, സ്പീഡിൽ അങ്ങോട്ട് പോയാൽ മതി, നമുക്ക് നമ്മുടെ കൺട്രോൾ നിൽക്കുമല്ലോ എന്ന് തോന്നും. അതൊരു തോന്നൽ മാത്രമാണ്. ഇവിടെയാണ് കുട്ടികളുടെ ജീവൻ അപഹരിക്കപ്പെടുന്ന പ്രധാന ഘടകം. ഇവിടെ അവന് കൺട്രോൾ നിൽക്കുന്ന ഈ സ്റ്റെബിലിറ്റി മാത്രമേ ഉള്ളൂ. നേരെ നിൽക്കുക എന്നുള്ളൊരു സ്റ്റെബിലിറ്റി സ്പീഡ് കൂട്ടുമ്പോൾ കിട്ടും, നേരെ നിൽക്കുക എന്നുള്ളത്. പക്ഷെ അപ്പൊ അവന് കുറച്ച് കാര്യങ്ങൾ അവന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അവൻ ഈ വണ്ടി കൈകാര്യം ചെയ്യുന്നവന്റെ വിട്ടുപോകും. അപ്പൊ അതിനാണ് നമ്മൾ 8 നമ്മൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് നമ്മൾ കൊടുക്കുന്നത്. 8 കൊടുക്കുമ്പോൾ പ്രത്യേകം എന്താണെന്ന് അത് അറിയാൻ പറ്റും. ഇവര് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്തിനാണ് 8 എന്ന് പറയുന്ന സാധനം. നമ്മളിങ്ങനെ കറങ്ങി ഇങ്ങനെ വരുമ്പോൾ സ്പീഡ് കുറഞ്ഞാൽ മാത്രമേ ഉള്ളൂ വളവ് 8ന്റെ ഒരു സർക്കിൾ എടുക്കാൻ പറ്റത്തുള്ളൂ. സ്പീഡ് കൂടിപ്പോയാൽ സംഭവിക്കും, അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആയിട്ട് ചെയ്യും. മറ്റേത് സെൻട്രോ ഗ്രാവിറ്റി ആയിരുന്നു. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന ഒരു സാധനം. നമ്മളൊരു കയറയിൽ ഒരു കല്ല് കെട്ടിയിട്ട് കറക്കി കഴിഞ്ഞാൽ ഈ കല്ല് ഒരു വൃത്തം വരച്ചുകൊണ്ടിരിക്കും. ആ കയറിന്റെ സെന്ററിനെ പിടിച്ചിരിക്കുന്നതിന്റെ അവിടെ വെച്ചിട്ട് ആ കയറിങ്ങനെ വൃത്തം വരച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഈ കല്ലിന് എപ്പോഴും ഈ വൃത്തത്തിൽ നിന്ന് വെളിയിലേക്ക് പോകാനുള്ള ടെൻഡൻസി ആയിരിക്കും. ഇതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ 8 എടുത്ത് വരുമ്പോൾ സ്പീഡ് കൂടി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഈ കയർ പൊട്ടും. കയർ പൊട്ടി കഴിഞ്ഞാൽ സംഭവിക്കും കല്ല് തെറിച്ച്. അപ്പൊ 8ന് വെളിയിൽ 8 എടുത്തോണ്ടിരിക്കുന്നതിന്റെ സ്പീഡ് കൂടി കഴിഞ്ഞാൽ 8ന് വെളിയിൽ പോകും. സ്പീഡ് കുറഞ്ഞാൽ സെൻട്രോ ഗ്രാവിറ്റി കൂടിയിട്ട് വണ്ടി വീല് മറിയും. അപ്പൊ നമ്മൾ കാല് തോറ്റു പോകും. അപ്പൊ ഇത് രണ്ടിന്റെ ഒരു സിങ്ക്രണൈസിങ് ആണ് ശരിക്കും പറഞ്ഞാൽ 8 എന്ന് പറഞ്ഞ നമ്മൾ കൊടുക്കുന്ന ഒരു സംഗതി. അത് ഈ സ്പീഡ് സിങ്ക്രണൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് സ്പീഡ് കൂടുകയും ചെയ്യാൻ പാടില്ല,
സ്പീഡ് കുറയാൻ അപ്പൊ നമ്മൾ കുറെ ഓടിച്ചോടിച്ച് കുറെ തൊട്ടടുത്ത് കാലുകുത്തിയും ഈ കമ്പി വെളിയിൽ പോയില്ല കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ നമ്മൾ മനസ്സ് ഇതുമായിട്ട് താതാമറായി. ഈ സ്പീഡിൽ നമുക്ക് കാല് കുത്താതെ എടുക്കാം. അതിന് പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രാക്ടീസ് ഇല്ലാതെയാണ് പലരും, പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പാടുക. അവിടെ സ്പീഡ് കുറയ്ക്കുമ്പോൾ കാല് കുത്തും. ആണുങ്ങൾ കുഴപ്പമില്ല, സ്പീഡ് കൂട്ടുമ്പോൾ കമ്പനി വെളിയിൽ. ഇത് രണ്ടും കൂടെ കുറെ ദിവസം പ്രാക്ടീസ് കൊണ്ട്, മിനിമം ഒരു മാസത്തെ 30 ദിവസം പ്രാക്ടീസ് കൊണ്ട് വേണ്ട. നമ്മുടെ ഇവിടുത്തെ പിള്ളേർ നല്ല ബ്രില്യൻ്റ് ആയതുകൊണ്ട് ഒരു 15 ദിവസം പ്രാക്ടീസ് എങ്കിലും 8 എടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ ഈ വണ്ടി നിൽക്കും.